Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ചുരിദാറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ടോപ്പ് വന്നിട്ട് 2.5 മീറ്റർ, ദുപ്പട്ട വന്നിട്ട് 2.5 മീറ്റർ, ബോട്ടം വന്നിട്ട് 2.5 മീറ്റർ. പിന്നെ നമുക്ക് വേണ്ടത് സിൽക്ക് ത്രെഡാണ് കേട്ടോ. സിൽക്ക് ത്രെഡ് ഞാൻ ക്രീം കളറിലെ ഒരു സിൽക്ക് ത്രെഡ്, അതുപോലെ ഗ്രീൻ കളറിലെ ഒരു സിൽക്ക് ത്രെഡ്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ കട്ട് ബീഡ്സ് വേണം. ഇതാ ഒരു വൈറ്റ് കളറിലെ ചെറിയ കട്ട് ബീഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ സ്റ്റോൺ വേണം കേട്ടോ. ഇതുപോലത്തെ ചെറിയ സ്റ്റോണ്. പിന്നെ നമുക്ക് വേണ്ടത് നോർമൽ നീഡിലാണ് കേട്ടോ. നോർമൽ നീഡിലും അതുപോലെ ത്രെഡ്സ് എടുത്തിരിക്കുന്നത് 8 സ്റ്റാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടി വെയർ ചുരിദാർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പിക്ചർ. നെക്കൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം എത്രയാണോ നമുക്ക് നെക്കിൻ്റെ അവിടെ എത്ര വീതിക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വീതിക്ക് നിങ്ങൾ അടയാളപ്പെടുത്തിയതിന് ശേഷം താഴേക്ക് നമ്മളിതാ ഇതുപോലെ വന്നിട്ട് താഴേക്ക് ഒരു ബോക്സ് പോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ ചെറിയൊരു ബോക്സ് പോലെ നെക്കിൻ്റെ ഭാഗത്തേക്ക്, നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് യോക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്തായിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കും, അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ സ്റ്റോണും ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ദുപ്പട്ടയ്ക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ദുപ്പട്ടയാണെന്ന് കരുതിക്കും. അപ്പോൾ ദുപ്പട്ടയുടെ ഏറ്റവും താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും കൂടി രണ്ടായിട്ടൊന്ന് കൂട്ടിപ്പിടിക്കുക. ഇതുപോലെ ഒന്ന് ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ നമ്മൾ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് മെഷറിംഗ് ടേപ്പ് എടുത്തതിന് ശേഷം ഞാൻ മെറ്റീരിയലിൽ എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഞാൻ ഒരു 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ പേപ്പറിലായത് കാരണം ഞാൻ ഇവിടെ ഒരു 6 ഇഞ്ച് ഞാൻ കാണിക്കുന്നു. ഇത് ഞാൻ 6 ഇഞ്ച് അവിടെ നമ്മൾ അടയാളപ്പെടുത്തി നമ്മൾ മെറ്റീരിയലിൽ 12 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് മെറ്റീരിയലിൽ ഞാൻ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം പേപ്പറിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നമുക്ക് അതേപോലെ തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ സെൻറ്ററിലെ ഭാഗമില്ല, നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഇടുന്ന ഭാഗമാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്കിതെല്ലാം കൂടി ഒന്ന് കർവ് ഷേപ്പിലൊന്ന് നമുക്കിതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. മനസ്സിലായോ? ഇതുപോലെ ഒന്ന് താഴത്തെ എൻഡിങ് വരെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മളുടെ ദുപ്പട്ടയ്ക്ക് വരുന്ന ഡിസൈൻ വരുന്ന ഭാഗം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗമാണ് കേട്ടോ സെൻറ്ററിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ പിൻ ചെയ്ത് വെക്കണ ഭാഗം. അതുപോലെ ഇനി നമുക്ക് ഈ ഒരു കർവ് ഷേപ്പിനകത്താണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനൊരു 4 റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 റൗണ്ട് എന്ന് പറയുന്നത് 4 ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കാണിച്ചിട്ടുള്ള ത്രെഡ് വെച്ചിട്ട് 4 ഫ്ലവേഴ്സ് നമുക്ക് ദുപ്പട്ടയ്ക്ക് വരുന്നുണ്ട്. ഇതുപോലെ വരുന്നുണ്ട്. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട് ബീഡ്സും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതുപോലെയാണ് നമ്മൾ വരുന്നത്. നമ്മൾ ആ ബാക്കിയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എത്ര ഗ്യാപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ഡിസൈൻ വർക്കിലേക്ക് പോകാം. അപ്പം നെക്കൊക്കെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഫ്ലവേഴ്സ് റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ്. റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ഇതിന് മുമ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ട്യൂട്ടോറിയലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലുള്ള ഒരു മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. മറ്റേ വർക്കിനേക്കാളും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ഇത്. അതുപോലെ ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ മാറി മാറി കൊടുക്കണം കേട്ടോ. ഇവരിപ്പോൾ ഗ്രീൻ ഫ്ലവർ കൊടുത്തെങ്കിൽ ഞാൻ തൊട്ടിപ്പുറത്ത് ചെയ്തിരിക്കുന്നത് ക്രീം കളറിലെ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റി മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. പാർട്ടി വെയർ ചുരിദാറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാനായിട്ട്.
തമ്പനയിൽ കണ്ട പോലെ തട്ടമൊക്കെ ഇടില്ലേ, തട്ടമൊക്കെ ഇടുന്ന ആൾക്കാർക്ക് ഈ ഒരു ദുപ്പട്ടയൊക്കെ വർക്ക് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. വൺ സൈഡ് ഷോൾ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. നമ്മളിത് ഇവിടെ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സെക്കൻഡ് ലെയർ നമുക്ക് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെൻറ്ററിലായിട്ട് നമ്മുടെ ആ സ്റ്റോണില്ലേ, ആ സ്റ്റോൺ ഒന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഫസ്റ്റ് ആദ്യം ചെയ്യണ ഏത് ബീഡാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ബീഡുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ആ ഒരു നെക്ക് പോർഷനിൽ ഫുള്ള് നമ്മൾ ചെറിയ കട്ട് ബീഡ്സ് ഞാൻ കാണിച്ചിരുന്നല്ലോ, ആ കട്ട് ബീഡ്സ് നമ്മൾ ഫുള്ള് നമ്മൾ സ്പ്രെഡ് ചെയ്ത പോലെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് നെക്ക് പോർഷനിൽ ഫുള്ളും നമുക്ക് ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. താഴേക്കുള്ള പിക്ചറിൽ കണ്ടില്ലേ, പിക്ചറിൽ കണ്ട അതേ ആ ഒരു ഭാഗത്ത് ഫുള്ള് നമ്മൾ ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബീഡും ചെയ്ത് കൊടുക്കണം. ഫുള്ളൊന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. നെക്ക് പോർഷൻ്റെ അവിടെ നിന്ന് താഴേക്ക് യോക്ക് പോർഷനിലേക്ക് നമ്മുടെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അത് സൂപ്പർ ഒരു പാർട്ടി വെയർ ചുരിദാറാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് വർക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നമ്മുടെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് വൺ സൈഡ് ഇടുന്നവർക്ക് ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.